ഇത് മീനച്ചിലാറാണ് കേട്ടോ. ഇല്ലിക്കക്കല്ലിൻ്റെ ചോട്ടിൽ നിന്ന് തുടങ്ങി വരുന്ന ഒരു പുഴയാണേ. ഇവിടെ വന്നപ്പോഴേക്കും അത് ഇത്രയും വലുതായി. ഇവിടെ ഒരു തടയണൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട്, വെള്ളം ഒഴുകി പോകുന്നുണ്ട്. നമ്മുടെ നാട്ടുമ്പുറം വന്നാൽ ഇഷ്ടംപോലെ പുഴയുടെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇത് വാകക്കാട് പള്ളിയാണ് കേട്ടോ. നമ്മൾ തീക്കോയിൽ നിന്നും മേലുകാവ് പോകുന്ന വഴിക്കുള്ള പള്ളിയാണ്. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു പള്ളിയാണിത്. ആ മലയുടെ മുകളിലൊരു പള്ളി കണ്ടോ, നമ്മൾ ആ വഴിക്കാണ് പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ മേലുകാവ് മറ്റെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. മേലുകാവിലേക്ക് ഇനി കുറച്ചും കൂടെ ദൂരമുണ്ട് കേട്ടോ. അവിടെ നിന്ന് വേണം നമുക്ക് വഴിതിരിഞ്ഞ് കയറി പോകാനേ. മേലുകാവ് മറ്റം ടൗണാണ് ഇത് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ള സ്ഥലം ഈരാറ്റുപേട്ട തൊടുപുഴ റോഡിനിടയ്ക്കുള്ള മേലുകാവ് മറ്റം മേച്ചൽ വാളകം ഇലവീഴാപ്പൂഞ്ചിറ ആ ഒരു റൂട്ടിലേക്കുള്ള ഒരു യാത്രയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വഴിക്കൊക്കെ ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ട്. കുറേ പഴക്കമുള്ള പള്ളികളും വെള്ളച്ചാട്ടങ്ങളും പിന്നെ ഇലവീഴാപ്പൂഞ്ചിറൊക്കെ പറയണ്ടല്ലോ, അത് നമുക്കറിയാവുന്ന ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ്. ഇങ്ങോട്ട് വരാനുള്ള വഴി ഞാൻ വന്ന ഈരാറ്റുപേട്ട സൈഡിൽ നിന്നാണേ. ഏതാണ്ട് ഒരു 15-17 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ മേലുകാറ്റമൊക്കെ കഴിഞ്ഞ് നമ്മൾ മൂന്നിലൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ കാഞ്ഞിരം കവല എന്ന് പറഞ്ഞ കവലയുണ്ട്. ആ കവലയിൽ നിന്നാണ് നമ്മളിങ്ങോട്ട് കയറി വരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല മനോഹര ഒരു പെട്ടിക്കടയൊക്കെ ഉണ്ട്. ചേട്ടനും ഇവിടെ ഉണ്ട്. ചേട്ടനോട് ഞാൻ ചോദിച്ചിട്ടൊക്കെ ആണ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് ആ വഴിക്ക് ഈരാറ്റുപേട്ട വഴിക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇടത്തോട്ട് കയറി ആ വഴിക്കാണ് നമ്മളും കയറി വരേണ്ടത് കേട്ടോ. നിങ്ങൾ തൊടുപുഴ ഭാഗത്തുനിന്നോ എറണാകുളമോ മൂവാറ്റുപുഴ ഭാഗത്തുനിന്നൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 15 കിലോമീറ്റർ ദൂരമുണ്ട് ഈ കാഞ്ഞിരം കവലയ്ക്ക്. ആ റൂട്ടിലേക്ക് വരുമ്പോൾ അത് ഇടത് സൈഡ് കയറി ഇങ്ങ് പറഞ്ഞേ. അപ്പോഴാണ് ഇലവീഴാപ്പൂഞ്ചിറയ്ക്ക് പോകുന്ന വഴിക്കുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോകാൻ പറ്റുക. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പം നമ്മളിങ്ങനെ വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു പെട്ടിക്കട കണ്ടോ, പഴയ മുള്ളൊരു കടയൊക്കെ, മുറുക്കാൻ കടയും ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേട്ടനോട് സംസാരിക്കാം. ഇപ്പം നമ്മൾ കാഞ്ഞിരം കവല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെ നിന്ന് വലത്തോട്ട് കിടക്കുന്ന വഴി, ആ വഴിക്ക് വേണം നമുക്ക് കയറി പോകാനായിട്ട്. മേച്ചൽ ഇലവീഴാപ്പൂഞ്ചിറ ആ റൂട്ടിലാണ് പോകുന്നത്. അങ്ങോട്ടുള്ളൊരു കുറേ കാഴ്ചകൾ നമുക്ക് കണ്ടുവരാം. മേലുകാവിലെ പള്ളിയാണിത് കേട്ടോ. ആ പള്ളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നൊരു വഴി. അതിൻ്റെ ആ അടുത്ത സൈഡിൽ കൂട്ടുള്ള വഴിയുണ്ടോ, അതാണ് നമ്മൾ ഇലവീഴാപ്പൂഞ്ചിറക്കൊക്കെ പോകുന്നത്. ഇവിടെ പിന്നെ ഒരു ഹോമിയോ ഡിസ്പെൻസറി ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു വഴി കേട്ടോ. ആ പള്ളിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന വഴി നോക്കി. ഇവിടെ നിന്ന് പിന്നെ മുകളിലോട്ടൊരു വഴി കിടക്കുന്നുണ്ടോ. നമ്മൾ താഴെ റോട്ടിൽ നിന്നൊരു മലയുടെ മുകളിലൊരു പള്ളി ഇരിക്കുന്നത് കണ്ടായിരുന്നു. ആ പള്ളിയിലേക്കുള്ള വഴി ഇതിലേ നമുക്ക് പോകാം കേട്ടോ. ഇപ്പം നമ്മൾ മേലുകാവ് എത്തിയേ. ഇതാണ് മേലുകാവ് സിറ്റി. ഇവിടെ നിന്നാണ് നമ്മൾ ഇലവീഴാപ്പൂഞ്ചിറക്കൊക്കെ പോകുന്നത് കേട്ടോ. അതാണ് നേരെ ഞാൻ ഇപ്പോൾ ഓപ്പോസിറ്റ് തിരിഞ്ഞാണ് നിൽക്കുന്നത്. നമ്മളെ ബൈക്കിലേക്കാണ് ഇലവീഴാപ്പൂഞ്ചിറൊക്കെ പോകുന്ന വഴി. ഇപ്പോൾ താഴെ പള്ളിയുണ്ട്, അതൊന്ന് കാണാമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു വന്നേ. ഇത് മേലുകാവിലെ ഒരു ഓട്ടോ സ്റ്റാൻഡാണ് കേട്ടോ. നമ്മൾ ഈ വഴിക്കാണ് ഇലവീഴാപ്പൂഞ്ചിറ മേച്ചൽ മോസ്കോ മൗണ്ടൊക്കെ പോകുന്നത്. ഇനി താഴെ പള്ളിയുണ്ട്, നമുക്ക് പള്ളി വരെ ഒന്ന് ഇറങ്ങി പോയിട്ട് വരാവേ. ആ പള്ളി കാണാൻ വളരെ മനോഹരമാണ്. മേലുകാവിലെ കാഴ്ചകൾ കണ്ടോ. പഴയ ഒത്തിരി കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ സിറ്റി കുറച്ചുകൂടെ താഴോട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് കയറി വന്നേ. ഈ മുകളിലുള്ള വഴി അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഈ വഴി പെരിങ്ങാലി, പെരിങ്ങാലി മുട്ടക്കലൊക്കെ പോകുന്ന വഴിയത്. നമ്മൾ ഈ വഴിയല്ല പോകുന്നത്. ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമുക്ക് താഴോട്ട് പോയിട്ട് വരാവേ. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള പള്ളിയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഞാനിവിടുത്തെ കുറച്ച് ആൾക്കാരോട് സംസാരിക്കാനൊക്കെ ശ്രമിച്ചു നോക്കിയേ. അവർക്കെല്ലാം ക്യാമറയുടെ മുന്നിൽ വരാനായിട്ട് ഭയങ്കര മടിയാണ്. കുഴപ്പമില്ല, നമുക്ക് താഴെ ഇറങ്ങിപ്പോയി ആ പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് കയറി വരാവേ. ഇത് ഹെൻറി ബേക്കർ എന്ന ഒരു സാഹിബിൻ്റെ പേരിലുള്ള ഒരു ഹാളാണ്, പാരിഷ് ഹാളാണ് കേട്ടോ. അപ്പോൾ ഹെൻറി ബേക്കർ എന്ന് പറഞ്ഞ ആളായിരിക്കും ഇവിടെ ഈ പള്ളിയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടാവുക. നമുക്ക് താഴെ പോയി നോക്കാം.
ഇവിടെ എന്താ ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ആൾക്കാർ ഇവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണേ. താഴെ പള്ളിമുറിയൊക്കെ ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ. താഴെ നല്ലൊരു ഗ്രൗണ്ടും ഒക്കെ കാണാം. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ ഇവിടുത്തെ അച്ഛനെ കണ്ടേ. അച്ഛൻ്റെ പേരെന്താ വെച്ചാൽ? എൻ്റെ പേര് ജോസഫ് മാത്യു. എവിടെ വീട്? എൻ്റെ വീട് മൂലമറ്റം. ആഹാ, ഇടുക്കിക്കാരൻ തന്നെയാണ്. ആ, അപ്പോൾ ഞാൻ ഈ പള്ളിയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നായിരുന്നു. എൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി എന്തെങ്കിലും ഒന്ന് പറയാമോ? ഇത് ഇവിടെ ആദ്യകാലത്തുള്ളതായ ഒരു പള്ളിയാണ്. ഹെൻറി ബേക്കർ സ്ഥാപിച്ചാണെന്ന് പറയാം. ഈ കാണുന്ന പള്ളി പുതിയ പള്ളിയാണ്. ഇതിന് താഴെ ഒരു വലിയ പള്ളി ഉണ്ടായിരുന്നു. ഇതിപ്പോ പണിതിട്ട് 175 വർഷം ആകാൻ പോകുന്നു. അതിന്റെ ജൂബിലി 2 വർഷം കഴിയുമ്പോൾ ജൂബിലി ആഘോഷിക്കുകയാണ്. ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇത് വലിയ ഒരു ഇടവകയാണ്. ഇത് ഈശോയുള്ള മഹായുടെ കത്തീഡ്രൽ ഇടവക എന്നാണ് ഇതിനെ പറയുന്നത്. കാലാകാലമുള്ള ബിഷപ്പ്മാരുടെ പള്ളി എന്നും പറയും. അവർ വന്ന് ആരാധിക്കുന്ന ഒരു ദേവാലയമാണ് ഈ ക്രൈസ്റ്റ് കത്തീഡ്രൽ ദേവാലയം. ധാരാളം ആളുകൾ വരുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും 2 കുർബാനകൾ ഈ പള്ളിയിൽ നടത്തപ്പെടുന്നുണ്ട്. പിന്നെ ആളുകൾ സ്കാറ്റേഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഇവിടുത്തെ ആളുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉയർന്ന തരത്തിലുള്ള ജോലിക്കാർ ഈ സഭയിൽ അംഗങ്ങളായിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ ദൈവാനുഗ്രഹമാണെന്ന് പറയാനായിട്ട് കഴിയും. ഓക്കെ, താങ്ക് യു. ശരി. അപ്പോൾ നമ്മൾ അച്ഛനെ കണ്ടു. അച്ഛൻ പള്ളിയുടെ ചെറിയ സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ടിറങ്ങി ആ പള്ളിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. ഇത്രയും വർഷം പഴക്കമുള്ള പള്ളി നമുക്കൊന്ന് കാണണ്ടേ. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പൊസിഷനിൽ ഈ പള്ളി ഒന്ന് കാണാം. 175 വർഷം പഴക്കമുള്ള ഹെൻറി ബേക്കർ എന്ന സുവിശേഷകൻ വന്ന് ഇവിടെ പുള്ളി സ്ഥാപിച്ചതല്ല, പുള്ളിക്ക് ശേഷം പിന്നെ സ്ഥാപിച്ചതെന്നാണ് പറഞ്ഞ പള്ളി. പുള്ളിയാണ് ഇവിടെ ഒന്ന് സുവിശേഷ പ്രവർത്തനമൊക്കെ നടത്തിയത്. നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി നല്ല പള്ളിക്കലേക്ക് ചെല്ലാം. കണ്ടോ, പള്ളി ഒരു ഒറ്റ നടത്തി കണ്ടോ. നമുക്കൊന്ന് വൈഡ് ആംഗിളിലാക്കി നോക്കാം. വൈഡ് ആംഗിളിലാക്കിയിട്ട് നമ്മൾ ഇത്ര അടുത്ത് നിന്ന് പള്ളി ഫുൾ കവർ നമുക്ക് കിട്ടുന്നില്ല കേട്ടോ. ഇത്രയും വർഷം പഴക്കമുള്ള പള്ളിയായിട്ട് അതിൻ്റെ ഒരു നിർമ്മിതിയൊക്കെ കണ്ടോ. കൽച്ചുവരുകളൊക്കെ കണ്ടോ. ഇത് ചുറ്റോടി ചുറ്റും ഇവിടെ പാറയാണ്. ഈ പാറ വെട്ടി മാറ്റിയിട്ടാണ് ഇവിടെ പള്ളി പണിതിരിക്കുന്നത്. പഴയ കാലത്തെ കൽക്കെട്ടുകളാണിത് കേട്ടോ. അന്നൊക്കെ കല്ലുകൊണ്ടല്ലേ നിർമ്മിച്ചിരിക്കുന്നത് പള്ളിയൊക്കെ. ഒരുമാതിരി കെട്ടിടങ്ങളെല്ലാം കല്ലിലായി നിർമ്മിച്ചുകൊണ്ടിരുന്നത്. പള്ളിയുടെ അപ്പുറത്ത് കുറച്ച് പഴയ കെട്ടിടങ്ങളൊക്കെ കാണുന്നുണ്ട്. സ്കൂളൊക്കെ ഉണ്ട് അപ്പുറത്ത് കേട്ടോ. നമ്മളിപ്പോൾ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിൽ നിന്നാണ് ഇത് എടുക്കുന്നത്. നോക്കിയേ, ക്രൈസ്റ്റ് CSI ഇടവകയെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ പള്ളിയുടെ ഒരു ലേപനമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വായിച്ച് നോക്കാം. 10/6/1990. ഇതാ ഇവിടെ ഒരു അത്തിമരമൊക്കെ ഉണ്ടേ. അത്തിയാൽ നിറച്ച് കായൊക്കെ ഉണ്ട്. പള്ളിയുടെ ഈ സൈഡിൽ നിന്നുള്ളൊരു കാഴ്ച ഉണ്ടോ. നമ്മളെ വൈഡ് ആംഗിളിൽ ഇടുന്നത് കൊണ്ട് എത്രത്തോളം കാഴ്ച ഒരു ഡെവലപ്പ് ആവുമെന്ന് അറിയത്തില്ല. ഇപ്പം കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം അല്ലേ. അപ്പം നമുക്കിനി മുകളിലേക്ക് പോവാം. മുകളിലത്തെ കവലയിലാണ് ഞാൻ വണ്ടി വെച്ചിരിക്കുന്നത്. അതെടുത്തുകൊണ്ട് പോവാം. നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ വന്ന് അച്ഛനോട് പറഞ്ഞിട്ട് ഈ പള്ളിയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകണം കേട്ടോ. ഇത്ര ഈ 175 വർഷമൊക്കെ പഴക്കമുള്ള ഈ പള്ളി 173, 2 വർഷം കൂടെ കഴിഞ്ഞാൽ ജൂബിലിയൊക്കെ ആവുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ നല്ലൊരു സ്ഥലത്താണ് ഈ പള്ളി ഇരിക്കുന്നത് കേട്ടോ. നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ നല്ല ശുദ്ധമായൊരു തണുത്ത കാറ്റും അങ്ങനെയുള്ള കുറേ ഇതൊക്കെ ഒരു അനുഭവിക്കാൻ പറ്റുന്നുണ്ടേ. മേലുകാവ് സിറ്റിയിൽ നിന്നും നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങി വന്ന വഴിയാണ് കേട്ടോ. അവിടെ ഒരു ഗേറ്റ് കണ്ടോ. ആ ഗേറ്റ് കടന്ന് വേണം കയറി പോകാൻ. അപ്പം നമ്മുടെ ഇവിടെ വന്നപ്പോൾ ഈ പിള്ളേരെ കണ്ടേ. നിങ്ങളുടെ പേരെന്നാ? പേര് പറ. സാമുവൽ. അവൻ്റെയോ? ജോയൽ. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഈ വഴി ഇലവീഴാപ്പൂഞ്ചിറക്ക് അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെയുള്ള വഴിക്ക് പോകാനാണ് നോക്കിയത്. മേച്ചാൽ മറ്റേ മോസ്കോ മൗണ്ടോ? മോസ്കോ മൗണ്ടോ അങ്ങനെ ഒരു കുറച്ച് കാഴ്ചകളുണ്ട് അങ്ങോട്ട്. നമുക്കെന്നാൽ അവിടെ ആദ്യം പോയിട്ട് വരാം.
ഇലവേഴാപ്പൂഞ്ചിറക്കുള്ള പുതിയ റോഡ് ഇതാണ് കേട്ടോ. ഈ വഴിക്കാണ് നമ്മൾ ഇലവേഴാപ്പൂഞ്ചിറ വരെ അങ്ങ് മോളി വരെ ഈ നല്ല റോഡാണ്. ഇതിപ്പോൾ പണിതിട്ടൊരു 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അപ്പുറത്ത് പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങ് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ജംഗ്ഷൻ ഒരു ചെറിയ കടയൊക്കെ കണ്ടേ. അങ്ങനെ വന്നപ്പോൾ നമ്മൾ പള്ളിയൊക്കെ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഒരു അമ്പലം കൂടെ കാണാം. ഇവിടെ ഒരു കൊച്ചമ്പലം ഉണ്ടേ. ഇതുണ്ടോ, ചെറിയ അമ്പലം, എന്നാലും ഇത് കാണാൻ വളരെ ഭംഗിയാണേ. ഇനിയിപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് കിടക്കുന്ന വഴിയാണ്. അങ്ങ് മല കണ്ടോ, അതിന് മണ്ട ഇന്ന പൊക്കത്തിലാണ് പാറയൊക്കെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ. അതിൻ്റെയൊക്കെ താഴെയൊക്കെ ഇവിടെ വീടുകളും റോഡും ഒക്കെ ഉള്ള കേട്ടോ. വീണ്ടും നമ്മൾ കുറച്ച് ദൂരം ഇങ്ങ് വന്നപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് നല്ല കാഴ്ചകളുണ്ടേ. അത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതൊരു ചെറിയ ജംഗ്ഷനാണ് കേട്ടോ. അപ്പുറത്തൊരു ചെറിയ പെട്ടിക്കടയൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഈ അടുത്ത സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതാണ് ആ കാഴ്ചകൾ. നാട്ടുമ്പുറത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. ഇവിടെയൊക്കെ ചെറിയ റബ്ബർ തൈയൊക്കെ വെച്ചിരിക്കുകയാണേ. അങ്ങ് താഴേന്നൊക്കെ നമ്മൾ റോഡേ കടന്നു വന്നത് ആ കാണുന്ന ആ ഭാഗത്തൂടെയൊക്കെയാണ്. അത് നോക്കി അങ്ങ് ദൂരെ അവിടെ ഒരു പള്ളിയാണോ കാണുന്നത്. അവിടേക്ക് പോകാനെന്തെങ്കിലും വഴി വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. നമ്മൾ താഴെ റോട്ടിൽ നിന്ന് കണ്ട പള്ളിയാണോ അതെന്ന് എനിക്കൊരു സംശയം. നമ്മുടെ വണ്ടി ഇരിക്കുന്നുണ്ടോ, അവിടെ നിന്ന് മുകളിൽ വേറൊരു പള്ളിയും കൂടെ ഉണ്ടേ. ഇവിടത്തേക്ക് കാഴ്ചകൾ അപാര ഭംഗിയാണ് കേട്ടോ. നല്ല ക്ലിയർ കാലാവസ്ഥയാണ് ഇപ്പോളേ. ഉച്ച കഴിഞ്ഞ് മഴ പെയ്യോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഇതെല്ലാം കൂടുതലും ഈ CSI ചർച്ചുകളൊക്കെയാണ്. നമ്മളെ വണ്ടി ഇരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഇതൊരു വെയിറ്റിംഗ് ഷെഡാണെന്ന് തോന്നുന്നു. ഇതിലെ ബസ്സൊക്കെ ഓടുന്നുണ്ടല്ലേ. മേച്ചാൽ ബസ്സൊക്കെ ഓടുന്നുണ്ട്. പിന്നെ ഇതാ ഒരു പഴയ പെട്ടിക്കട ഉണ്ട്. ഇതാ അതിൻ്റെ മുകളിലായിട്ട് അവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ ബോർഡാണ് വെച്ചിരിക്കുന്നത്. അതും ഒരു CSI ചർച്ചാണ്. അങ്ങോട്ട് നമ്മളിപ്പോൾ കയറി പോകുന്നില്ല, വഴിയിൽ നിന്നുള്ള കാഴ്ച കിട്ടുന്നുള്ളൂ. ഇത് കോലാനി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. സ്ഥലത്തിൻ്റെ പേരറിയത്തില്ല, ഞാൻ നടക്കുമായിരുന്നേ. കോലാനി. ഈ താഴോട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഈ കലിങ്ങിൻ്റെ അവിടെ നിന്ന് ഒന്നുകൂടെ നോക്കാം കേട്ടോ. ഓ, അതൊരു ഗംഭീര കാഴ്ച കേട്ടോ. നാട്ടുംപുറം കാഴ്ചകൾ. എനിക്ക് ആ പള്ളിയുടെ അവിടെ വരെ ഒന്ന് പോയാൽ കൊള്ളാം. അങ്ങോട്ട് വഴിയുണ്ടോ എന്ന് നോക്കാം. ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടോ, ആ പാറപ്പുറത്തോട്ട് അങ്ങ് മോളെ കാട്ടിൽ നിന്നാണ് ഉത്ഭവിച്ച് വരുന്നത് കേട്ടോ. ചെറിയ ഷവറിങ് ആയിട്ട് ഇവിടം വരെ. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു വീടാണോ ഹോം സ്റ്റേ ആണോ അത്? അങ്ങോട്ട് നോക്കി, അവിടെ അത് ആ പാറ കണ്ടോ. ആ പാറപ്പുറത്ത് ചെന്നാൽ താഴോട്ട് ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. ആ പാറയുടെ താഴെയാണ് അങ്ങ് അതാ അവിടെയായിട്ട് ആ പള്ളി ഇരിക്കുന്നത്. പക്ഷേ ഇതിൽ അവിടെ അങ്ങോട്ട് വഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ മോസ്കോ മൗണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ഇവിടെ കുറച്ച് കാഴ്ചകളുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ നോക്കി, എന്ത് ഭംഗിയുള്ളൊരു സ്ഥലമാണ് നോക്കി. അവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു വാച്ചിങ് ഗാലറി കേട്ടോ. ഇവിടുന്നാണ് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ ശരിക്കും കാണാൻ പറ്റുക. ആ സ്ഥലത്തിൻ്റെ പേര് നേരത്തെ ഞാൻ താഴെ വായിച്ചായിരുന്നു, മറന്നുപോയി കേട്ടോ. ഏതോ ഒരു പ്രാന്ന് വരുന്നൊരു സ്ഥലമാണ്. ഞാൻ തിരിച്ചു പോകുമ്പോൾ അത് കണ്ടിട്ട് പറയാവേ. അങ്ങോട്ടുള്ളൊരു വഴി നമ്മൾ മേലുകാവിൽ നിന്ന് കണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ കണ്ട പള്ളിയൊക്കെ ആ വഴിക്ക് പോകുമ്പോഴാണ് കാണുന്നത് കേട്ടോ. പാറയുടെ മുകളിലൊന്നും ഇപ്പോൾ ആരെയും കാണുന്നില്ലല്ലോ. ഇവിടെ ഒരു മരം നിൽപ്പുണ്ടേ. ആ മരത്തിന് കണ്ടോ, ഇത് ആൽമരമാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ നല്ല വേരിങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടോ, ജട പോലെ. ഇത് അപ്പുറത്തും ഒരു മരമുണ്ട് കേട്ടോ. അതും ഇങ്ങനെ തന്നെയാണ്. ഇത് ആൽമരമാണോ എന്ത് മരമാണെന്ന് അറിയത്തില്ല. ഇതിന് നല്ലപോലെ വേരിങ്ങനെ തൂങ്ങി വരുന്നുണ്ട്. മുകളിലേക്കൊക്കെ പാറക്കെട്ടാണ് ഫുള്ളായിട്ട് കേട്ടോ. പാറക്കെട്ടൊക്കെ വെട്ടിയുണ്ടാക്കിയ വഴികളാണ്. ഇതിലെ വരുന്ന സഞ്ചാരികളൊക്കെ ഇവിടെ നിർത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടേ പോകാറുള്ളൂ കേട്ടോ. ഇവിടുത്തെ അങ്ങോട്ടുള്ളൊരു കാഴ്ച നോക്കി, എന്നാ ഒരു ഇതാണ്. ഇനി താഴേക്ക് നല്ല വ്യൂ ആണ്. അത് കാണാൻ ആൾക്കാർ കൂടുതൽ ഇവിടെ നിർത്തുന്നേ.
സ്ഥലത്തിൻ്റെ പേര് കണ്ടോ എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ ഒരു കടയുണ്ട്. നാരങ്ങാവെള്ളോ കാപ്പി എന്തെങ്കിലും കൊണ്ടുവന്ന് ചോദിക്കാം. ചായ ഉണ്ടോ? ചായ ഇല്ലേ? ഓ, ചായ ഇവിടെ ഇല്ല. ഇവിടെ ഒന്നും വെള്ളത്തിന് ക്ഷാമമല്ല കേട്ടോ. മുകളിൽ നിന്ന് ആ ഒരു ഓസ് ഇങ്ങനെ ഇട്ടിരിക്കുവാണേ. അത് അവിടെ നിന്നാണ് ഈ വെള്ളത്തിൻ്റെ ഉത്ഭവം. ഇങ്ങനെ ഓസിട്ടിട്ട് ഇത് കൊണ്ടുവന്ന് ഇത് ഈ ഒരു ബക്കറ്റിലേക്ക് ഈ വെള്ളം വന്ന് വീഴുന്നതാണ്. എന്ത് ഭംഗിയെന്ന് വെച്ചു. വളരെ ഭംഗിയുള്ള സ്ഥലമല്ലേ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, താഴത്തെ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയിന്ന്. എരുമാപ്ര എന്ന് പറഞ്ഞ സ്ഥലമാണ് താഴെ നമ്മൾ കണ്ടത് കേട്ടോ. അപ്പം ആ പാറയുടെ അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയാണ് ഇതേ. നമുക്കിതിലെ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാമായിരുന്നു. പക്ഷെ വഴി ഇങ്ങോട്ട് ഇറങ്ങുന്നവർ എങ്ങനെയുണ്ടോ നോക്കട്ടെ, എന്നാലേ പറ്റുള്ളൂ. ഓ, വഴി ഇച്ചിരി ഡേഞ്ചറാന്ന് തോന്നുന്നു കേട്ടോ. തെന്നലുണ്ട്, നല്ല തെന്നൽ. നോക്കി, പാറയൊക്കെ ഇങ്ങനെ, അല്ല ഇത് കോൺക്രീറ്റ് വഴിയാണ്, പക്ഷെ തെന്നിക്കിടക്കുക. അപ്പം നമ്മൾ താഴെ ആ പാറയുടെ അവിടെ പോകുന്നില്ല കേട്ടോ. നമുക്കിനി വണ്ടി ഇരിക്കുന്നിടത്ത് നിന്ന് വണ്ടി എടുത്തുകൊണ്ട് മേച്ചൽ എന്ന് പറഞ്ഞ സ്ഥലം. മേച്ചൽ എന്ന് പറഞ്ഞ സ്ഥലം എവിടെ? പുറകിൽ അങ്ങോട്ടാണ്. കുറേ ദൂരം പോകണ്ടോ? അപ്പോൾ മേച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കുറച്ചുകൂടെ ദൂരമൊക്കെ പോകാനുണ്ടെന്നാണ് പറഞ്ഞേ. എന്നാൽ നമുക്ക് അവിടം വരെ പോയിട്ട് വരാം. ഇവിടെ ഇതാ മറ്റൊരു പള്ളിയും കൂടെ, സെൻറ്റ് ലൂക്കേഴ്സ് CSI ചർച്ച്, വാളകം. അപ്പോൾ നമുക്ക് വാളകത്തെ പള്ളി ഒന്ന് കാണാം. ഇതാണ് സെൻറ്റ് ലൂക്കേഴ്സ് CSI ചർച്ച്. ഈ പള്ളിയിലോട്ട് കയറുന്നിടത്ത് ഇവിടെ ഒരു ലേബലായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. വാളകം പ്രദേശത്ത് ആദ്യം സ്നാനപ്പെട്ട ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന ശ്രീ ചെറുകാട്ട് ചന്ദ്രൻ്റെ ഇട്ടാക്ക് പാവന സ്മരണയ്ക്ക് ചെറുകാട്ട് കുടുംബാംഗങ്ങൾ, അങ്ങനെ ഒരു ചരിത്രം കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷ കൂടെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ വന്നപ്പോൾ ഒരു ആശാൻ ഇവിടെ എന്നോട് മൂപ്പിച്ചുകൊണ്ട് വന്നതാണേ. ഇതേ പോണ പോക്ക് നോക്കി, ഇവിടെ വാ, ഇവിടെ വരെ, ഇവിടെ വേടാ, കൂടുതൽ ഓട്ടം നോക്കി. നമുക്ക് ഈ പള്ളി റോട്ടിൽ നിന്ന് ഇങ്ങനെ കണ്ടാലോ. പള്ളിയുടെ ഒരു സ്റ്റേഡിയം ഒക്കെ അവിടെ കാണുന്നു കേട്ടോ. ബിഷപ്പ് RC റെവലൻ DR KG ഡാനിയൽ കരീന. ഇവിടുത്തെയൊക്കെ പള്ളികളാണ് ഏറ്റവും സൂപ്പർ. ഇങ്ങോട്ട് വന്നപ്പോൾ വഴി കുറച്ച് നന്നാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല റോഡാണ്. ഇവിടെ കുറച്ച് ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ദൂരെ കുറേ കാഴ്ച കാണാം. അപ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാം. അതേതാണെന്ന് നമുക്കറിയത്തില്ല. കട്ടിക്കയോ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ടത്. അതേലോ, അത് കട്ടിക്കയോ അല്ലേ? കട്ടിക്കയം വെള്ളച്ചാട്ടം ആ മുകളിലത്തെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുന്നു കേട്ടോ. കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൻ്റെ ഇപ്പുറത്തായിട്ടുണ്ടോ ഇല്ലിക്കക്കല്ല് നമുക്ക് കാണാം ഇങ്ങ് ദൂരെ. അതുകൊണ്ടോ ആദ്യം അവിടെ ഇച്ചിരി മൂടിക്കിടക്കായിരുന്നു, അതാണ് കാണാൻ പറ്റാതെ പോയത്. അതിന് മുകളിലൊക്കെ നമ്മൾ പോയിട്ടുള്ള ഈ വെള്ളച്ചാട്ടവും ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള. ഇവിടെ മുകളിൽ വളരെ മനോഹരമായൊരു വീടൊക്കെ ഉണ്ട്. എനിക്കിത് മുകളിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നതാണ് ആ ഒരു ചാലിക്കൂടെ, ആ വീടിൻ്റെയൊക്കെ സൈഡിൽ കൂടെ. മുകളിലൊരു അങ്കനവാടിയൊക്കെയാണ്. ആ അങ്കനവാടിയുടെയൊക്കെ ഇടയിൽ കൂടെ ഒരു വെള്ളച്ചാൽ. ഞാനിപ്പോൾ ഈ വിടവി ചാടിപ്പോയേനെ കേട്ടോ. മുകളിലോട്ട് നോക്കി വന്നതാണ്. മുകളിലോട്ട് വെള്ളം ഇത് കേട്ടോ. ആ ഒഴുകി വരുന്ന ചാലൊന്ന് നേരെ കാണാമെന്ന് പറഞ്ഞ് പോയതാണ്. ഇപ്പോൾ കൃത്യം ഈ കുഴിയിൽ ഇവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ ഒരു അടയാളമൊന്നും ഇല്ല കേട്ടോ. ആൾക്കാർ വെള്ളം കാണാനായിട്ട് ഇങ്ങനെ കയറി വരുവേ. ആ വിടവിലോട്ട് പോയി ചാടും. അപ്പോൾ നല്ല താഴ്ചയുണ്ട്. ഇപ്പം നമ്മൾ മേച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ. മേച്ചാൽ ഒരു ചെറിയ ജംഗ്ഷനാണേ. ഇങ്ങോട്ട് ബസ്സൊക്കെ ഉള്ളതാണ്. ഇവിടെ നിന്ന് നമുക്ക് 3 നിലവിന് പോവാം,
ഇല്ലിക്കക്കല്ല് പോകാം. രണ്ട് ഭാഗത്തേക്ക് വഴി ഇങ്ങനെ തിരിയുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ മേലുകാവിൽ നിന്ന് വന്ന ഇതാണ് കേട്ടോ. ഇപ്പം മേച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് വഴി രണ്ടായിട്ട് തിരിയുന്നു കേട്ടോ. ഈ ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് ഇലവീഴാപ്പൂഞ്ചിറക്കൊക്കെ കയറി പോകാം. നേരെയുള്ള വഴിക്ക് പോകുന്നതാണ് നമ്മൾ ഇല്ലിക്കക്കല്ലൊക്കെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇലവീഴാപ്പൂഞ്ചിറക്ക് ഇതിലെ വഴി അപ്പുറത്തൂടെ നല്ല വഴി. ഇതിലേയും കയറി അതിൻ്റെ മണ്ടയ്ക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലാണ്. ഈ വഴിക്ക് നമ്മൾ പണ്ടൊരിക്കൽ പോയിട്ടുണ്ട്. നമുക്കിതിലെ നേരെയുള്ള വഴിക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ 3 ഭാഗത്തേക്കൊക്കെ ചെല്ലും. ഇങ്ങോട്ടൊക്കെയുള്ള റോഡൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. മേച്ചാലിലെ സെൻറ്റ് തോമസ് CSI ചർച്ച് 1929 നിർമ്മിച്ചൊരു പള്ളിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ പള്ളിക്കൊക്കെ നല്ല പഴക്കമാണ്. പക്ഷെ ഇവിടെ ഈ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അങ്ങനെ കാണത്തില്ല. 2 മാവ് നിൽപ്പുണ്ട്. ഒരു പനീർച്ചാമയുണ്ട്, ഒരു മാവുമുണ്ട്. അതിൻ്റെ ഇടയ്ക്കായിട്ടാണ് പള്ളി അപ്പുറത്ത് കാണാവുന്നത്. കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഈ ചെടിയൊക്കെ പൂത്ത് വരുന്നേ ഉള്ളേ. ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും ചെടിയൊക്കെ നിറച്ച് പൂവാകും കേട്ടോ. ചെറിയൊരു ഗാർഡൻ തന്നെയാണ്. ഇതുണ്ടോ, പൂക്കൾക്ക് എന്തൊരു ഭംഗിയല്ലേ. ഇവിടെ വില്ലനായിട്ട് അരളിപ്പൂ നിൽപ്പുണ്ട് കേട്ടോ. അരളിപ്പൂ നമുക്ക് ഇതിലേ കയറിയ പള്ളി ഫുള്ളായിട്ട് കാണാവേ. ഉണ്ടോ, മേലുകാവിലെ പള്ളിയുടെ അത്രയില്ല. പള്ളിയെ ഞാൻ അളന്നതല്ല കേട്ടോ. ആ പള്ളി വേറൊരു വൈബ്, ഈ പള്ളി വേറൊരു വൈബ്. ഇതുകൊണ്ട് ഇതെല്ലാം മലയിഞ്ചിയാണേ. മലയിഞ്ചി കൃഷി ഈ ഭാഗത്തേക്ക് നല്ല പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം നിൽക്കുന്നുണ്ടോ, കുറേ ഉണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ കൃഷിയാണ് ഈ മലയിഞ്ചി. വേനൽക്കാലത്തൊക്കെ വരുമ്പോൾ അതൊക്കെ പറിച്ചിങ്ങനെ ഉണങ്ങാനിട്ടിരിക്കുന്നതൊക്കെ കാണാവേ. താഴത്തെ ഒരു വീട്ടിലോട്ടോ അങ്ങോട്ടോ പോകുന്ന വഴിയാണ്. ഇവിടുന്ന് വഴി പിന്നെയും തിരിയുന്നുണ്ട് കേട്ടോ. ഇത് താഴോട്ടൊരു വഴി പോകുന്നുണ്ടോ, അത് ഈരാറ്റുപേട്ടയ്ക്കൊക്കെ 14 കിലോമീറ്റർ. നമ്മൾ ഇല്ലിക്കക്കല്ല് റോഡിലായിട്ട് ഈ വഴിക്കാണ് പോകുന്നത്. ഇവിടെ താഴെ ഒരു കടയൊക്കെ ഉണ്ട്. നമുക്ക് അവിടെ വല്ല ചായ വല്ലതും കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം. മിക്കവാറും കാണുമായിരിക്കും. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്, മേച്ചാലിലെ പോസ്റ്റ് ഓഫീസ്, ഇതാണ് കട കേട്ടോ. നമുക്ക് അവിടെ നിന്നൊരു ചായ കുടിക്കാം. ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെ പലചരക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. ബേക്കറി ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇവിടെ ചെറുകടികളൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ. നമുക്ക് എന്താ കഴിക്കുക? ഒരു കൊഴുക്കട്ടൊക്കെ മേടിച്ച് കഴിച്ചാലോ. അതാകുമ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. എണ്ണമയം ഒന്നുമില്ല. സിഡ്നി ഉണ്ട്, ബോണ്ടയുണ്ട്, ജിലേബി ഉണ്ട്, ലഡു ഉണ്ട്, ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ട്, ബ്രെഡുണ്ട്, ബന്നുണ്ട്. ചേട്ടൻ്റെ പേരെന്നാ? റോയ്. റോയ്. ഇവിടെ തന്നെ കച്ചവടം. ഇപ്പം ആള് കുറവാല്ലേ? തിരക്ക് കുറവാ. ഉച്ച സമയത്ത് ആള് കുറവാല്ലേ? ഇങ്ങോട്ടോ ഇല്ലീഗലിലേക്ക് എന്നാ ദൂരം ഉണ്ട് ഇനി? അവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ടോ? 5-6 കിലോമീറ്റർ. അവിടെ നമുക്ക് അപ്പുറത്ത് ഈരാറ്റുപേട്ട സൈഡിലേക്ക് ഇറങ്ങി പോലെ. മേച്ചാലിന് നമ്മൾ ചായ കുടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴേ ഇവിടെ മനോഹരമായൊരു കാഴ്ച കണ്ടേ. നമുക്കതെന്താണ് ആ കാഴ്ച ഒന്ന് കണ്ടുപോകാം. ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു പുഴ ഒഴുകി വരുന്നുണ്ടേ. അതാണ് ഇവിടുത്തെ കാഴ്ച. കണ്ടോ, താഴോട്ട് ഒഴുകുന്നുണ്ടോ? പാറയെല്ലാം പായൽ പിടിച്ചൊക്കെ കിടക്കുവാണ്. ഈ വനത്തിനുള്ളിൽ നിന്ന് അങ്ങ് മുകളിൽ നിന്ന് ഒഴുകി വരുന്നൊരു ചെറിയ പുഴയാണ്. ചെറിയ പുഴ എന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല മഴ പെയ്ത ഭീകരം പുഴയാണ് ഇത് കേട്ടോ. വെള്ളം കയറി ഒഴിയേക്കുന്നുണ്ടോ. ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇഷ്ടംപോലെ പുഴകളുണ്ട് ഇവിടെയെല്ലാം. അവിടെ ഒരു കലിങ്ങുണ്ട്. ആ കലിങ്ങിൻ്റെ അടിയിൽ കൂടെ അവനെങ്ങനെ ഒഴുകി പോയിക്കൊണ്ടിരിക്കാം. ഇവിടെ ചെറിയ കുത്തായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ കുറേ മരം നിൽക്കുന്നുണ്ടോ. ഇതെന്നാ മരമാണെന്നറിയാവോ? വേമ്പെന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. നല്ല സ്ട്രൈറ്റായിട്ട് പോകും മുകളിലോട്ടെ. പെട്ടെന്ന് വളരുകയും ചെയ്യും. നല്ല തടി കിട്ടും ഇതിലെ. അധികം വളമൊന്നുമില്ലാതെ ഈ ഒരു മേഖല കംപ്ലീറ്റ് വേമ്പ് മരം. ഈ പുഴയൊക്കെ ഇല്ലിക്കക്കല്ലിൻ്റെ ചോട്ടിൽ നിന്ന് ഒഴുകി വരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. ആ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പുഴയൊക്കെ ഒഴുകി വരുന്നതാണ്. എന്ത് ഭംഗിയല്ലേ.
ഇവിടെ ഒരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു പള്ളിയുടെ, സെൻറ്റ് മേരീസ് ചർച്ച് നെല്ലാപ്പാറ അങ്ങനെയൊക്കെ സ്ഥലമുണ്ടല്ലേ. ഇതിലെവിടെയാണ് വഴി പോകുന്നത്? ഈ പള്ളിയുടെ അടിവശത്തോട് ഇതിലേ ഒരു വഴിയുണ്ട് കേട്ടോ. നമ്മളിന്ന് ഈ വഴിക്ക് വന്ന വഴിക്ക് ഒരുപാട് പള്ളികൾ ഉണ്ട് കേട്ടോ. ഉണ്ടോ പള്ളി ഇരിക്കുന്നത്? ഇവിടെയും മലയിഞ്ചി കൃഷിയാണ് കൂടുതലും, മലയിഞ്ചി തെങ്ങും. വേനൽക്കാലത്ത് വരുവാണെങ്കിൽ ഇതൊക്കെ പറിച്ച് ഉണങ്ങുന്നതൊക്കെ കാണാമായിരുന്നു. ഈ വഴിക്ക് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ. ചില സമയത്ത് വാഹനങ്ങൾ വല്ലാതെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വേമ്പുമരത്തിൻ്റെ കൃഷിയൊക്കെ മുകളിലോട്ടാണ്, നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാതെ. അവിടെ ഒരു മല കണ്ടോ, ആ ഇലവീഴാപ്പൂഞ്ചിറയുടെ അടുത്തുള്ളതാണ് കേട്ടോ. അതിൻ്റെ അപ്പുറത്താണ് ഇലവീഴാപ്പൂഞ്ചിറ. നെല്ലാപ്പാറ ജംഗ്ഷനാണ്. അവിടെ ഒരു സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് അത്. പിന്നെ ഇവിടെ ഒരു കടയേ ഉള്ളൂ കേട്ടോ, ഈ കാണുന്നത്. നല്ല രസമുണ്ട്, പഴയ കെട്ടിടം. പിന്നെ ഇങ്ങോട്ട് പറയും ഇവിടെ ഒരു കുരിശുപള്ളി. നമുക്ക് പോകേണ്ട ഈ റോഡിനാണേ. അപ്പോൾ കടയിൽ നിന്ന് ആൾക്കാർ ചോദിച്ചപ്പോൾ അവരങ്ങനെ പറഞ്ഞേ. നെല്ലാപ്പാറ എന്ന് പറഞ്ഞ വഴിക്കുന്ന കുറച്ച് മുകളിലെത്തിപ്പോണ്ടല്ലോ, ആ ജംഗ്ഷനിൽ നിന്ന് കുറച്ച് മുകളിലെത്തിപ്പോൾ ഇവിടെ വീണ്ടും ഒരു ജംഗ്ഷൻ വന്നേ. അപ്പോൾ ഈ വലത്തോട്ട് ഇറങ്ങുന്ന വഴിയുണ്ടല്ലോ, നമ്മൾ താഴെ നിന്ന് വരുമ്പോൾ ഇടത്തോട്ടാണേ. ഇതാണ് ഇല്ലിക്കക്കല്ല് കയറി പോകുന്ന വഴി. ഇല്ലിക്കക്കല്ലിന് ഇതാണോ ചേട്ടാ? എന്നാ ദൂരമുണ്ട്? 4 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 4 കിലോമീറ്റർ ഉണ്ട് മുന്നോട്ട് കേട്ടോ. നമ്മൾ ആ വഴിക്ക് ഇന്ന് പോകുന്നില്ല, നമ്മളിപ്പുറത്ത് മൂന്നലോ വഴിക്കാണ് പോണേ. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ടിക്കയം. കട്ടിക്കയൊക്കെ ഈ വഴിക്കാണോ? ഇതിലാണോ കട്ടിക്കയം? അതിലേ പോവാം അല്ലേ? ഈ വഴിക്ക് തന്നെ പോകത്തുള്ളൂ. ആ, അപ്പോൾ കട്ടിക്കയം വെള്ളച്ചാട്ടമൊക്കെ ആ വഴിക്കാണ് കേട്ടോ. പഴുക്കാക്കാനം, കട്ടിക്കയം വാട്ടർഫാൾസ്, മൂന്നില. കട്ടിക്കയം വരെ പോയേക്കാന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങനെ ക്ലോക്കിലേക്ക്, നമ്മുടെ ഫോണിൻ്റെ ക്ലോക്കിലോട്ട് നോക്കിപ്പോണ്ടല്ലോ, 4 മണിയായി കേട്ടോ. അത് കാരണം നമുക്ക് ഏതായാലും ഒന്നുകൂടെ ഇതിലേക്ക് വരണം, ഒന്നുകൂടെ ഇല്ലിക്കക്കല്ല് അതിലേക്ക് ഒന്ന് കയറാനായിട്ടേ. ആ സമയത്ത് നമുക്ക് പോകാവേ. ഇല്ലിക്കക്കല്ലാണ് ആ കാണുന്നത് കേട്ടോ. അതിൻ്റെ താഴെ ഒരു പാറമട കോറിയൊക്കെ ഉണ്ടേ. ഇല്ലിക്കക്കല്ല് അപ്പുറത്തെ മലയാണ്, ഇത് ഇപ്പുറത്തെ മലയിലാണ് ഈ കോറിയൊക്കെ ഉള്ളത്. നമ്മൾ ആ മലയെ കൂടെ വളഞ്ഞ് കയറി 5.5 കിലോമീറ്റർ കണ്ട് നമ്മളിപ്പോൾ കണ്ട ജംഗ്ഷനിൽ നിന്നുണ്ട് ഇല്ലിക്കക്കല്ലിലേക്ക്. നമ്മൾ ഇല്ലിക്കക്കല്ലിൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ ഇറങ്ങി വരുന്ന വഴിയായത് കേട്ടോ, മൂന്നിലൊക്കെ പോകുന്നത്. അങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇതാ ഇവിടെ ഒരു പള്ളിയുണ്ടോ. ഇന്ന് നമ്മൾ ഒത്തിരി പള്ളിയാണ്. ഈ പള്ളിക്ക് 1950 നിർമ്മിച്ചതാണ്. സെൻറ്റ് ജെയിംസ് CSI ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ ഈസ്റ്റ് കേരള ഡയസിസ്. ഇതിൻ്റെ മുകളിൽ അതാ അവിടെ നിന്ന് കണ്ടോ ഇല്ലിക്കക്കല്ല് കാണാം. അവിടെ ഈ താഴെ നമുക്ക് കാണാം. ഈ പള്ളിയുടെ ഒരു പഴക്കം കണ്ടോ. ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, അന്ന് നിർമ്മിച്ച അതേപോലെ തന്നെ ഇപ്പോഴും ഉള്ളതെന്ന് തോന്നുന്നു. ഇല്ലിക്കക്കല്ലിൻ്റെ ഒരു ദൂര കാഴ്ച കാണാം. തോണ്ട കാണുന്നുണ്ടോ? കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ആ മരത്തിൻ്റെ ഒരു മറവുണ്ട് ഇവിടുന്ന്. അതുപോലെ പഴക്കമുള്ളൊരു വീട് ആ കാണുന്നുണ്ടോ, പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആ കാണുന്ന നോക്കി. അതിന് ഒരുപാട് വർഷം പഴക്കമുണ്ട് കേട്ടോ. ഈ ചെടിയുടെ പേര് പറയണേ, നല്ലോണം പൂത്തു നിൽക്കുക. ഇതിവിടെ കുറേ ഉണ്ട്. ഇവിടെ കണ്ട അതിൻ്റെ വേറൊരു ഐറ്റം. എന്ത് ഭംഗിയല്ലേ ഈ പൂക്കളൊക്കെ കാണാനായിട്ട്.
എനിക്കിതിൻ്റെ പേരറിയില്ല, വാഴച്ചെടിയാണോ നല്ലെന്ന് തോന്നുന്നു അല്ലേ. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ചെടി. ഇവിടെ ഒരു ബോൾ വെച്ചിട്ടുണ്ടേ, നേരെ ഇല്ലിക്കക്കല്ല് കട്ടിക്കയം. ഇതുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു വഴി കാണിച്ചേക്കുന്നുണ്ടോ. ഞാൻ പറഞ്ഞ ഈ പഴയ വീട്, ഇതിൻ്റെ അതിലെ ഒരു വഴി, ഇത് ഇലവീഴാപ്പൂഞ്ചിറയ്ക്ക് പോകാമെന്നാണ് പറഞ്ഞത്. ഈ വഴി കയറിയാൽ അതെങ്ങനെയാണോ ഷോർട്ട് കട്ട് അപ്പുറത്തോട്ട് വഴി ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോഴേ ഈ പള്ളിയുടെ അവിടെ സ്ഥലത്തിൻ്റെ പേര് എഴുതി വെച്ചിരിക്കുന്നു കേട്ടോ. വെള്ളറ എന്ന് പറയുന്ന സ്ഥലമാണ് ഇതേ, വെള്ളറ. അങ്ങനെ നമ്മൾ ഈ വെള്ളറ എന്ന് പറഞ്ഞ ജംഗ്ഷനിലെത്തി കേട്ടോ. ഇവിടെ എത്തിയപ്പോഴേ നമ്മൾ ഒത്തിരി പള്ളിയൊക്കെ കണ്ടില്ലേ, ഒരു അമ്പലമൊക്കെ നമുക്കൊന്ന് കാണണ്ടേ, അതൊന്ന് കണ്ടുവരാവേ. അതിന് മുന്നായിട്ട് നമുക്കിവിടെ ഒരു ഊഞ്ഞാൽ കാണാം കേട്ടോ. ഇതുണ്ടോ, ഓണമൊക്കെ ആയി വരും, അപ്പോഴത്തേക്ക് ഇത് നേരത്തെങ്ങാണ്ട് കെട്ടിയിട്ടൊരു ഊഞ്ഞാലാണേ. ഈ ഒരു മരത്തേൽ നല്ല ഭംഗിയില്ല കാണാൻ. മരം എന്ന് വെച്ചാൽ മാവാട്ടോ. എന്തായാലും കയറി ആടിയാലോ? ഓ വേണ്ടല്ലേ. ഈ സ്ഥലത്തു നിന്ന് അങ്ങ് താഴോട്ടൊരു വഴിയൊക്കെ പോകുന്നുണ്ട്, റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ് അത് കേട്ടോ. എന്നാലും അതിനെ കാണാൻ നല്ല ഭംഗിയാണ്. നോക്കി, ഒരു പുളിമരം തളുത്തങ്ങനെ നിൽക്കുവാണേ. നമ്മൾ ഇലിക്കക്കല്ലിൻ്റെ ഭാഗത്തുനിന്ന് വന്ന വഴിയാണത്. ഇതാ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടേ, ഒരു ചെറിയ കട, നല്ല ഭംഗിയില്ലേ കട കാണാനായിട്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ മങ്കൊമ്പ് മടുക്കയിൽ ദേവീക്ഷേത്രം, ഭഗവതി ക്ഷേത്രം, അത് മുകളിലാണ് കേട്ടോ. പക്ഷെ ഇവിടെ ഒരു അമ്പലമുണ്ട്, ഈ അമ്പലം നമുക്കൊന്ന് കാണാം. മങ്കൊമ്പ് ഭഗവതി ക്ഷേത്രം കണ്ടോ, നല്ല ഒരു പ്രത്യേക വൈബാണിത് കാണാനായിട്ട്. ആ ഒരു പഴമയിലൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടോ. ഈ അമ്പലത്തിനൊക്കെ എത്ര വർഷം പഴക്കം കാണുമല്ലേ. ഓ ഭയങ്കര ഒരു വൈബാണേ. അപ്പുറത്തുണ്ട് കോവിലുകൾ, ഇവിടെ ഉണ്ട് മെയിൻ ശ്രീകോവിൽ ഈ നടുക്കായിട്ട്, ഈ സൈഡിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഏത് ഭാഗത്ത് നോക്കിയാലും ഇത് നല്ലൊരു കാഴ്ചയാണ്. മങ്കൊമ്പ് അമ്പലം. പക്ഷെ മങ്കൊമ്പ് അമ്പലം ഇതാകുമ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, മങ്കൊമ്പ് മടുക്കയിലല്ലേ. ആ മങ്കൊമ്പ് മടുക്കയിലാണ് ആ അമ്പലം. അതാ മുകളിലേക്കല്ല, ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു വഴി പോകണ്ട, ഇങ്ങോട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കിനി മൂന്നിലവിന് നേരെ കാണുന്ന ആ വഴിക്ക് തന്നെ പോകണം കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ളൊരു ആല് നിൽക്കുന്നുണ്ടോ. എനിക്ക് വന്നപ്പോൾ ഞാൻ കണ്ടയിൽ വെച്ച്, ഇപ്പം ഇന്ന് നമ്മൾ കണ്ടയിൽ വെച്ച് ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഇതാണെന്ന് തോന്നുന്നു. ഇത് നരിമറ്റം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയായത് കേട്ടോ. ഈ വഴിക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പോകേണ്ടത് ഇപ്പം നമ്മളിതാ ഇല്ലിക്കക്കല്ലിൻ്റെ ആ ഭാഗത്തുനിന്ന് ഇറങ്ങി വന്നു കേട്ടോ. മൂന്നിലവ് പോകാനുള്ള വഴിയാണ്, മങ്കൊമ്പ് ജംഗ്ഷനാണിത്. നമ്മൾ ആ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന ആ അമ്പലമൊക്കെ കഴിഞ്ഞിട്ട് ആ ചെറിയ വഴിയെ വന്നിട്ട് ഇനിയിപ്പം നമുക്ക് മുന്നോട്ട് പോകേണ്ടത് ഇതാണ്. ഇല്ലിക്കക്കല്ലും മങ്കൊമ്പൊക്കെ ഇതാ അങ്ങോട്ട് കിടക്കുന്ന വഴിയാണ്, അതാ നമ്മൾ ഇറങ്ങി വന്ന വഴി. ഇനി നമ്മൾ നേരെ ഇതാ ഈരാറ്റുപേട്ട പാല ഈ റൂട്ടിലാണ് നമ്മൾ പോകേണ്ടത്. അവിടെ ചെന്നിട്ട് മൂന്നിലവ് എന്ന് പറഞ്ഞ ഒരു ജംഗ്ഷനുണ്ട്, അവിടെ നിന്ന് വേണം നമ്മൾ തിരിഞ്ഞ് പോകാനായിട്ട്. അപ്പം നമുക്ക് ഇപ്പോൾ ഈ കാറ് പോകുന്നുണ്ടോ, ഈ വഴിക്ക് പോകാൻ. പടിക്കെട്ടും പടിപ്പുരയുമായിട്ടൊരു വീടുണ്ടോ. അപ്പോൾ നമ്മൾ മൂന്നിരവ എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണേ. എൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ഇവിടം. കുറച്ച് കടകളൊക്കെ കാണാം. ഇതാണ് മൂന്നിലവ് മെയിൻ ജംഗ്ഷൻ കേട്ടോ. ഇവിടെ നിന്ന് ഇനിയിപ്പം വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണമെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും മുന്നോട്ട് ചെന്ന് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഈരാറ്റുപേട്ട നേരെ ചെന്നിട്ട് അവിടെ നിന്ന് മാറി പോവുകയാണെന്നല്ല എനിക്ക് തോന്നുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു. മൂന്നിലവ് ജംഗ്ഷൻ, ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ്. നമ്മൾ മുന്നോട്ട് ചെന്നിട്ട് കളത്തക്കടവ് എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് പോകേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ. കുറച്ചൊക്കെ എന്തായാലും വഴി ഇടത്തോട്ട് തിരിയുന്നതെന്ന് പറഞ്ഞേ. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ചിന്തിച്ചാ ഇവിടെ ഒന്ന് ഇറങ്ങണമെന്ന്. ഇപ്പം നമുക്ക് ഇവിടെ ഇറങ്ങി പുഴയുടെ കാഴ്ച ഒന്ന് കണ്ടിട്ട് കയറി പോകാവേ. മീനച്ചിലാർ, നമ്മളിതിനെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മോളിൽ നിന്ന് കണ്ടായിരുന്നു.
പക്ഷെ വെള്ളത്തിനടുത്തേക്ക് ഇറങ്ങി വരാൻ പറ്റിയില്ല. എന്ത് മനോഹരമായ പുഴയാന്ന് നോക്കി. മീനച്ചിലാർ അങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നല്ല കണ്ണീര് പോലത്തെ വെള്ളം കേട്ടോ. ഇവിടെയൊക്കെ ഒരാൾ വെള്ളമൊക്കെ താഴ്ച ഉണ്ടെന്ന് തോന്നേ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. നമ്മൾ ഇല്ലിക്കക്കല്ല് കയറി പോയില്ല. ഇലവിഴാപ്പൂഞ്ചിറയൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം പോകാം. ഞാൻ മെയിനായിട്ട് മേച്ചലും പിന്നെ നമ്മുടെ മേലുകാവും ഒക്കെ ആയിരുന്നു ഉദ്ദേശിച്ചത്. അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി നമ്മൾ അതിലെ കയറി തിരിച്ച് നമ്മൾ കയറിപ്പോയ വഴിക്ക് തന്നെ ഇപ്പുറത്ത് വന്ന് കുളത്ത് കടവെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് തീക്കോയി ചെന്നിട്ട് നമ്മൾ വാഗമണ് കയറി അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെപ്പോഴും വരുമ്പം ഈ വഴിക്ക് വന്നാലും കുഴപ്പമില്ല. ഇതിലെ വന്നിട്ട് കുളത്തക്കടവ് ചെന്നിട്ട് മൂന്നിലവ് വന്നിട്ട് മൂന്നിലവെന്ന് മുകളിലോട്ട് കയറിപ്പോയാൽ മതിയേ. അപ്പോൾ നരിമറ്റം എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആ വഴിക്ക് അങ്ങനെ പോയിട്ട് മുകളിലേക്ക് കയറി പോകാൻ പറ്റുമേ. അതൊരു നല്ല വഴിയൊക്കെയാണ്. അങ്ങോട്ടൊക്കെ ഇല്ലീഗലിന് അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി റബ്ബർ റോഡാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. കാരണം അതിനൊന്നും ബുദ്ധിമുട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ഭയങ്കര വളവും തിരിവുമുള്ള റോഡുകളാണ്. അതിനെ ഞാൻ കുറച്ച് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അത് എടുക്കാൻ പറ്റിയില്ല. അത്രയും വളവിൽ ഇറങ്ങി വരുമ്പോൾ നമുക്ക് കയ്യിൽ ഫോൺ പിടിച്ച് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒരു നിരപ്പോ കയറ്റോ ഒക്കെ ഉള്ള സ്ഥലത്തെ നമുക്ക് വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളേ. പിന്നെ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, അത് പാടില്ല. അപ്പം മീനച്ചിലാറിൻ്റെ തീരത്ത് നിന്നോട്ട് നമ്മളെ ഇന്നത്തെ വീഡിയോയുടെ ഔട്ട്രോ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാവേ. വാളകം ഇതും ഒരുപാട് വർഷമൊക്കെ പഴക്കമുള്ള പള്ളി തന്നെയാണ് കേട്ടോ. CSI പള്ളികളാണ് ഇവിടെ കൂടുതലുമേ. ഇതൊരു ഡ്രോൺ ഷോട്ടൊക്കെ എടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ പള്ളിയുടെ മുകളിൽ കൂടെ ഒക്കെ വന്നിട്ട് കാണാൻ ഭംഗിയല്ലേ.